ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഞാൻ ഉപ്പും മുളക് ലേറ്റ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുഞ്ഞിൻ്റെ വിവാഹം കഴിഞ്ഞ വീഡിയോ ഞാൻ അപ്പോഴാണ് കേട്ടോ കണ്ടത്. നേരത്തെ ഞാൻ അവരുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും അതിൽ ഞാൻ വിചാരിച്ചു അച്ഛനും അമ്മയൊക്കെ വിളിക്കും എന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പൊന്നുവിനെ വിളിച്ചിട്ടുണ്ടെങ്കിൽ പൊന്നുവിൻ്റെ അടുത്ത് ദേഷ്യം ഉണ്ടെങ്കിലും അപ്പോൾ സ്വന്തം അച്ഛനും അമ്മേനെ ജസ്റ്റ് ഒന്ന് വിളിക്കായിരുന്നു. വിളിച്ചെങ്കിൽ അവർ പോയേനെ, പക്ഷേ അതൊന്നും വിളിച്ചില്ല. അവരുടെ ആ സന്തോഷത്തോടു കൂടിയുള്ള നിമിഷങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെ കാണുന്ന അച്ഛൻ്റെ അമ്മൻ്റെയും മനസ്സ് എത്രമാത്രം ഒന്ന് വേദനിക്കുമെന്ന് ചിന്തിച്ച് നോക്കൂ. കുഞ്ഞിന് ഇത്രയ്ക്ക് മാത്രം കാഠിന്യ ഹൃദയമുള്ളവളാണെന്ന് വിചാരിച്ചില്ല. ആ കല്യാണത്തിന് ജസ്റ്റ് ഒന്ന് വിളിക്കുമെന്ന് വിചാരിച്ചു. അവർ ഭയങ്കര ഹാപ്പിയാണ്. അച്ഛനും അമ്മയും അച്ഛൻ വരുന്ന ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ഗൾഫിൽ നിന്ന് വരുന്ന ആ ഒരു വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. കെട്ടിപ്പിടിക്കലും ഉമ്മ വയ്ക്കലും അതൊക്കെ കാണുമ്പോൾ സ്വന്തം അച്ഛനും അമ്മയ്ക്കും ഉണ്ടാകുന്ന ആ ഒരു മാനസികാവസ്ഥ എത്രമാത്രം വേദനാജനകമായിരിക്കില്ലേ. അതൊന്നും ചിന്തിച്ച് സ്വന്തം അച്ഛനും അമ്മയും വേദനിപ്പിച്ചിട്ട് എന്ത് നേടിയാലും നമുക്കത് ഒരിക്കലും എവിടെയും എത്താൻ പറ്റില്ല. അതുപോലെ തന്നെ എന്താ പറയുക, ആ ഒരു കല്യാണ നിമിഷം അത് ഏതൊരു അച്ഛനും അമ്മയും കൊതിക്കുന്ന ഒരു നിമിഷമാണ്. ശരി, അവർ ഇവിടെ പോയിട്ട് വേറെ അമ്പലത്തിൽ പോയിട്ട് കല്യാണം കഴിച്ചു, പക്ഷേ ഇത്രയും നല്ലൊരു ആർഭാടമായിട്ട് വലിയ ഫങ്ഷനായിട്ട് ചെയ്യുന്ന ആ ഒരു ഇതായതുകൊണ്ട് അവർ അച്ഛനും അമ്മയുടെ അടുത്ത് പറയേണ്ട ചുമതല ഉണ്ടായിരുന്നു. പക്ഷെ അത് പറഞ്ഞില്ല. അവർ ഒറ്റയ്ക്ക് പോയി അച്ഛനും അമ്മയും അനിയനും എല്ലാവരും കൂടി അവർ മാത്രമായിട്ടുള്ള അവരുടെ ഫാമിലി മാത്രമായിട്ടുള്ള സുന്ദര നിമിഷങ്ങളായിരുന്നു. അതുപോലെ ചോറ് വാരി കൊടുക്കുന്നത് ഞാൻ സൈഡിൽ കാണിക്കുന്നുണ്ട്. ഭയങ്കര ഹാപ്പിയാണ്. അതുപോലെ അവർ ആ അച്ഛൻ്റെ അമ്മൻ്റെയും മുഖത്തുള്ള ആ ഒരു അവൻ്റെ ഗോകുലിൻ്റെ അച്ഛൻ്റെ അമ്മൻ്റെയും മുഖത്തുള്ള സന്തോഷം നോക്കുക. അതുപോലെ തന്നെ സ്വന്തം മോളാണ് പോയിരിക്കുന്നത്. സ്വന്തം മോളെ അവൻ്റെ അടുത്തുനിന്ന് പറിച്ചെടുത്തിട്ട് പോയിരിക്കുന്നത്. ഇപ്പോൾ ഈ അച്ഛൻ്റെ അമ്മൻ്റെ അടുത്തുനിന്ന് സ്വന്തം മോനെ പറിച്ചെടുത്തിട്ട് പോയാൽ ഈ അച്ഛനും അമ്മയ്ക്ക് എത്രമാത്രം വേദന ഉണ്ടാവും. ഈ അച്ഛനും അമ്മയെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി ഇവരെങ്കിലും പോയിട്ട് അവരെ വിളിക്കണമായിരുന്നു. അവർക്ക് പറഞ്ഞ പ്രായത്തിൻ്റേതായിട്ടുള്ള പക്വത കുറവുണ്ടാവും, പക്ഷേ ആ അച്ഛനും അമ്മയ്ക്കും പ്രായമുണ്ടല്ലോ. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പക്വത അവർ കാണിക്കണമായിരുന്നു. അവർ പോയിട്ട് ആ ഫാമിലിയെ വിളിക്കണമായിരുന്നു. വിളിച്ച് ആ കല്യാണത്തിൻ്റെ ആ ഒരു പരിപാടിക്കെങ്കിലും ഒരുമിച്ച് കൂടണമായിരുന്നു. ഒരു സ്വന്തം എന്താ പറയുക, ശരി, ആ ഒരു ഫംഗ്ഷനോടുകൂടി അത് തീർന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. ഇത് വേറെ വലിയ പാർട്ടി ഫംഗ്ഷനായിട്ട് ഇവർ ചെയ്തിരിക്കണം. അപ്പോൾ അതുകൊണ്ട് അച്ഛനും അമ്മേൻ്റെ അടുത്ത് പറയാതിരുന്നത് മോശമായി പോയെന്നാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്. ഭയങ്കര സങ്കടമായിപ്പോയി. അതുപോലെ തന്നെ ഞാൻ അച്ഛൻ്റെ അമ്മേൻ്റെ ആ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ എത്രമാത്രം ഹൃദയം പൊട്ടിയിട്ടാണ് അതിൽ പറയുന്നത്. നമ്മൾ മക്കളെ കണ്ട് ഒന്നും ആഗ്രഹിക്കാൻ പാടില്ല, ഞങ്ങളെ ഒരുപാട് ആഗ്രഹിച്ചു. ഇപ്പോൾ ആ കുഞ്ഞ് പിന്നെ ലാസ്റ്റത്തെ ആ മക്കൾ പോകുമ്പോൾ അവരെ പോലും സ്നേഹിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ്. ഇപ്പോൾ നമ്മൾ സ്നേഹിക്കുന്നത് വെറും ബോണസ് എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇവരും എന്ത് ചെയ്യും എന്നൊന്നും അറിയാൻ പറ്റില്ല. പണ്ടുള്ളവർ പറഞ്ഞ പോലെ മാമ്പു കണ്ടും മക്കളെ കണ്ടും വിശ്വസിക്കരുതെന്ന് പറഞ്ഞ പോലുള്ളൊരു സിറ്റുവേഷൻ ആണെന്നൊക്കെ പറഞ്ഞാൽ അത് കേട്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി, ഭയങ്കര വിഷമം തോന്നി. എന്ത് തന്നെ ഉണ്ടെങ്കിലും ഒരുപാട് സങ്കടമുണ്ട് ഇങ്ങനെ ആ ഒരു അവസ്ഥയിലൂടെ പോയത്. ഇവൾ എന്തായാലും കല്യാണം വിളിക്കാതിരുന്നതിലും ഒരുപാട് സങ്കടം തോന്നി. എത്ര തന്നെയാണ് എന്ത് തെറ്റ് ചെയ്താലും ആ ഒരു കല്യാണം കൂടുക, മക്കളുടെ കല്യാണം എന്ന് പറയുന്നത് അച്ഛൻ്റെ അമ്മേൻ്റെ ഏറ്റവും വലിയ സ്വപ്നം തന്നെയാണ്. അതാണ് ഇപ്പോൾ കുഞ്ഞിനെ ഇല്ലാതാക്കിയത്. ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, അവൾ കല്യാണം ഫംഗ്ഷൻ എന്താ പറയുക, സാരിയും ആഭരണങ്ങളൊക്കെ എടുക്കുന്ന സമയത്തും ഒക്കെ ആ അച്ഛനമ്മയും വിളിക്കുമായിരിക്കും. ഇവർ ഒന്നിച്ച് പോയിട്ട് വിളിച്ച് അവർ വരും. അവരുടെ മനസ്സ് അത്രയേ ഉള്ളൂ. ഇപ്പോൾ ഏതൊരു അച്ഛൻ്റെ അമ്മൻ്റെ ആണെങ്കിലും പിന്നെ കഠിന ഹൃദയമുള്ളവരുണ്ട്. പക്ഷെ ഇവർ ഉപ്പുമുളകും ലേറ്റ് ഇവരുടെ അച്ഛനും അമ്മയും അത്രയ്ക്ക് മാത്രം ക്രൂര ഹൃദയരാണെന്നൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ നേരത്തെ പൊന്നു ഇതുപോലെ ഇത് ചെയ്തിട്ട് പോലും അവർ രാത്രി വന്നിട്ട് വിളിച്ചപ്പോൾ അവർ കെട്ടിപ്പിടിച്ച് കരഞ്ഞ് അതോടുകൂടി അവർ സോൾവായി. പക്ഷെ ഇത്രയും വലിയൊരു ഫംഗ്ഷൻ നടത്തുന്ന ആ ഒരു സിറ്റുവേഷനിൽ അച്ഛനും ജസ്റ്റ് ഫോണിലൂടെയെങ്കിലും ഒന്ന് വിളിക്കായിരുന്നു. അല്ലെങ്കിൽ നേരിട്ട് പോയിട്ട് അച്ഛാമ്മ ഞങ്ങൾ ചെയ്തത് തെറ്റാണ്, നിങ്ങൾ കല്യാണത്തിന് വരണം, എന്തായാലും പറ്റിയത് പറ്റി, ഈ ഒരു വാക്ക് പറഞ്ഞു അവർ ഒന്നിക്കായിരുന്നു എന്നാണ് എനിക്കൊരു അതിൽ പറയാം. ഒരുപാട് സങ്കടം തോന്നി. ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. അവൾ ഭയങ്കര ഹാപ്പിയാണ്. കുഞ്ഞിൻ്റെ മനസ്സ് ഇപ്പോൾ പറയുന്നത് മായാലോകത്താണ്. അവളിപ്പോൾ ആ ഗോകുൽ എന്ന് പറയുന്ന വ്യക്തി മാത്രമാണ് അവളുടെ മുമ്പിലുള്ളൂ. വേറെ ചുറ്റുമുള്ള കാര്യങ്ങളൊന്നും അവളുടെ മുമ്പിലില്ല. ഗോകുൽ വീട്ടുകാർ അവരിപ്പോൾ സ്നേഹം വാരി വിതറി കൊടുക്കുന്നുണ്ട്. ആ അച്ഛനും അമ്മയും വേറൊരു വീഡിയോയിൽ പറഞ്ഞതുപോലെ ഉപ്പോടോ ആവില്ല ഉപ്പിലിട്ടത് ഒരിക്കലും ആവില്ല. ഇപ്പോഴത്തെ ഇതൊന്നും കണ്ടിട്ട് നമ്മൾ ഒരിക്കലും അതിൽ മായാ ലോകത്തിരുന്നിട്ടൊന്നും കാര്യമില്ല. നമ്മൾ ജീവിതത്തിൽ ഓരോ സിറ്റുവേഷൻസ് വരുമ്പോഴായിരിക്കും നമ്മുടെ സ്വന്തം അച്ഛൻ്റെ അമ്മൻ്റെയൊക്കെ വില അല്ലെങ്കിൽ വാല്യൂ മനസ്സിലാക്കാൻ പോകുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ആ ഒരു ഇതൊന്നും ഇതാവേണ്ട, കുറച്ച് കാലം തെളിയിക്കും. എന്തൊരു എന്ത് ചെയ്താലും കാലം തെളിയിക്കും. ഇപ്പോൾ ഒരു കുഞ്ഞുണ്ടായി ആ കുഞ്ഞിനോടും വീട്ടുകാരോടും ചെയ്യുമ്പോൾ അപ്പോഴാണ് ഈ അച്ഛനും എൻ്റെ അച്ഛനും അമ്മയും എത്രമാത്രം വേദനിപ്പിച്ചു, അവരെത്രമാത്രം വേദന അനുഭവിച്ചു എന്നുള്ളത് അവൾക്ക് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ ആ ഒരു മായാലോകത്ത് നിൽക്കുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. അപ്പം എൻ്റെ മുമ്പിൽ ഭയങ്കര സ്നേഹനിധികളായ അച്ഛനും അമ്മയും ഒരു ഭർത്താവ്, ഇതിൽ കൂടുതലൊന്നും എനിക്ക് ജീവിതത്തിൽ കിട്ടാനില്ല. എൻ്റെ വീട്ടിൽ നിന്ന് എന്നും ശകാരങ്ങളും അതും ഇതുമാണ്. പക്ഷേ എനിക്ക് പോയ വീട്ടിൽ എന്നും ഫുൾ ഫ്രീഡമാണ്.
എല്ലാത്തിനും ഫ്രീഡമാണ്. അത് എന്താ പറയുക, എന്താണ് അത് നമ്മുടെ കാര്യം നേടുവോളം നാരായണൻ, കാര്യം നേടിക്കഴിഞ്ഞാൽ കൂരായണം പറയില്ല. ആ ഒരു അവസ്ഥയായിരിക്കും. അത് കഴിഞ്ഞാൽ എല്ലാം തീരും കുഞ്ഞാ. എല്ലാം ഒരു മായാലോകം. എന്തായാലും അങ്ങനെയുള്ള അവസ്ഥകളൊന്നും വരാതിരിക്കട്ടെ. കുറേ പേര് ഇതുപോലെ ഒളിച്ചോടി പോയവർ, പല അബദ്ധങ്ങളും പറ്റിയിട്ട് സംഭവിച്ചവരുണ്ട്. അത് ഫാമിലി സപ്പോർട്ടൊന്നും ഇല്ലാത്തതാണ്. പക്ഷെ പിന്നെ ഇതിപ്പോൾ ഗോകുലിൽ സപ്പോർട്ട് ഉണ്ട് എന്ന് തന്നെ പറയുന്നത്. ഇനി നാളെ മേലാലും നിൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടുവന്നിട്ടില്ല, സ്ത്രീധനം കൊണ്ടുവന്നിട്ടില്ല. ഇപ്പം അനിയനക്കൊരു കല്യാണ ആലോചനയൊക്കെ വന്ന് അവർ കുറേ സ്വർണ്ണമൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അങ്ങനെയുള്ള കുത്തുവാക്കുകളൊന്നും വരാതിരിക്കണം. ഞാൻ അതൊന്നും എടുത്ത് പറയുന്നില്ല. അങ്ങനെയുള്ള കുത്തുവാക്കുകളൊന്നും വരാതിരിക്കട്ടെ എന്ന് ഞാൻ പറയണം. എന്തായാലും കാലം തെളിയിക്കും. എന്ത് തന്നെയാണെങ്കിലും കാലം തെളിയിക്കും. അത്രമാത്രമേ ഉള്ളൂ എനിക്കിപ്പോൾ പറയാൻ. ഒരുപാട് സങ്കടമുണ്ട്. ആ കല്യാണത്തിനെങ്കിലും വിളിക്കായിരുന്നു, അച്ഛനും അമ്മയും വിളിക്കായിരുന്നു. അത് ഏറ്റവും വലിയൊരു ഇതായിപ്പോയി. ഞാൻ എന്തായാലും വിളിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കുഞ്ഞനത് ചെയ്തിട്ടില്ല. ഒരുപാട് സങ്കടം തോന്നി ഇങ്ങനൊരു ആ ഒരു വീഡിയോ കണ്ടപ്പോൾ. നിങ്ങൾ എത്രമാത്രം ഹാപ്പിയാണ്. പക്ഷെ അപ്പുറത്ത് അച്ഛനും അമ്മയും ഇരുന്ന് പൊട്ടിക്കരയാണ്. ആ ഒരു ഇത് കാണാതായി പോയല്ലോ എന്ന് ഓർത്തപ്പോൾ ഭയങ്കര സങ്കടം തോന്നി. എന്ത് തന്നെയാണെങ്കിലും നല്ല ജീവിതം ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. അത്രമാത്രമേ ഈ ഒരു അവസരത്തിൽ എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും ചെയ്തത് ഏറ്റവും വലിയ തെറ്റായിപ്പോയി. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇത്രയുള്ള എൻ്റെ ടോപ്പിക്. പുതിയൊരു ടോപ്പിക്കുമായി നമുക്ക് വീണ്ടും കാണാം.